മർഹബം ബിക്കും. ഒന്നാം ക്ലാസ് ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വബാഹുൽ ഖൈർ അഇസ്സാഇ, കൈഫൽ ഹാൽ? സൈൻ, അൽഹംദുലില്ലാഹ്. നാം ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും നന്നായി ഓർക്കുന്നുണ്ടല്ലോ. എല്ലാവരും നന്നായി പഠിക്കണം. സ്കൂൾ തുറക്കുമ്പോഴേക്ക് നന്നായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. ആദ്യമായി നിങ്ങൾക്കിവിടെ നാം പഠിച്ച ചില കൂട്ടുകാരുടെ ചിത്രങ്ങൾ കാണാം. ആ ചിത്രങ്ങളും അവയുടെ പേരുകൾ കണ്ടെത്തി നിങ്ങൾക്ക് വരച്ച് യോജിപ്പിക്കാമോ? നമുക്കൊന്ന് നോക്കാം. ആരെയാണ് നാം ആദ്യം കാണുന്നത്? അതെ, ലഖ്. എല്ലാവരും പറഞ്ഞല്ലോ, ലഖ്. ഇടതുവശത്ത് നിന്ന് ലഖിന്റെ പേര് കണ്ടെത്താമോ? ഒന്ന് വായിച്ചു നോക്കൂ. 4 പേരുകളുണ്ട്. ആ 4 പേരുകളിൽ ഏതാണ് ലഖ്? കണ്ടെത്തി പറയൂ. ഇതാ വരക്കാൻ പോകുന്ന എല്ലാവരും നോക്കൂ. നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം ഇത് തന്നെയാണോ? ഇതാ വരച്ചു. അതെ, കണ്ടില്ലേ? ഇതാണ് ലഖ്. നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം ഇത് തന്നെയായിരുന്നോ? ലഖിന് താഴെ നാം ആരെയാണ് കാണുന്നത്? ആ കൂട്ടുകാരൻ്റെ പേരും നമുക്ക് കണ്ടെത്തി യോജിപ്പിക്കാം. എല്ലാവരും നോക്കിക്കോളൂ. ഇതാ ഏത് പേരാണെന്ന് കണ്ടെത്തി നിങ്ങളൊക്കെ. ഇതാ യോജിപ്പിക്കുന്നു, വരച്ച് യോജിപ്പിക്കുന്നു. അതെ, യോജിപ്പിച്ചു. ശരിയാണോ? ഇതായിരുന്നോ നിങ്ങളുടെ ഉത്തരം? വെരി ഗുഡ്, നല്ല കുട്ടികൾ. അപ്പോൾ ലഖിനെയും കബിഷിനെയും നാം വരച്ച് യോജിപ്പിച്ചു. ഇനി മൂന്നാമത്തെ കൂട്ടുകാരൻ ആരാണെന്ന് നോക്കാം. ഈ കൂട്ടുകാരൻ്റെ പേരെന്ന് പറയൂ. അതെ, അസദ്. ശരിയാണല്ലോ, അസദ്. അസദിനെ നാം അസദിൻ്റെ പേരിലേക്ക് ഇതാ വരച്ച് യോജിപ്പിക്കുന്നു. ഇതാ ശ്രദ്ധിച്ചോളൂ. അതെ, വരച്ച് യോജിപ്പിച്ചത് കണ്ടില്ലേ? നിങ്ങളുടെ ഉത്തരം ശരിയായിരുന്നോ? അയ്യവ, നല്ല കുട്ടികൾ. അവസാനമായി മറ്റൊരു കൂട്ടുകാരന് കൂടിയുണ്ട് അവിടെ, അല്ലേ? മൻഹാദ ഹാദ കൽബ്. നമുക്ക് കൽബിൻ്റെ പേരിലേക്ക് കൽബിൻ്റെ ചിത്രം ഒന്ന് വരച്ച് യോജിപ്പിക്കാം. നോക്കൂ. ശരിയല്ലേ? കൽബ്. അപ്പോൾ നാം 4 കൂട്ടുകാരെ ഇവിടെ കണ്ടു. ആരൊക്കെയാണ്? ലഖ്, കബിഷ്, അസദ്, കൽബ്. ഒന്നുകൂടി പറഞ്ഞോളൂ. ലഖ്, കബിഷ്, അസദ്, കൽബ്. വെരി ഗുഡ്. ഇർഷാദ് അർണബിനെ അന്വേഷിച്ച് ബുസ്താനിലെത്തിയപ്പോൾ അവിടെ അർണബ് കബിഷുമായി ഊഞ്ഞാലിൽ കളിക്കുന്നത് കണ്ടു. ഊഞ്ഞാലിന് പറയുന്ന പേര് ആരും മറന്നിട്ടില്ലല്ലോ. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, അല്ലേ? ഒന്ന് പറഞ്ഞോളൂ. അതെ, ഉർജുഹ. ഒന്ന് എല്ലാവരും ഒപ്പം പറയൂ. ഉർജുഹ. വെരി ഗുഡ്. ഉർജുഹയുടെ പാട്ട് ആരും മറന്നിട്ടില്ലല്ലോ. ഒരു വട്ടം നമുക്കൊന്ന് പാടി നോക്കിയാലോ? റെഡി? ഒന്ന് പാടി നോക്കൂ. ഉർജുഹതി സഗീറ അനബിഹ അമീറ അൽഅബു ഫീഹ മറതൻ വഅസ്ദിഖാഇ മറതൻ. ആടാം ഊഞ്ഞാലിൽ, പാടാം ഊഞ്ഞാലിൽ. ആദ്യം ഞാനും പിന്നെ നീയും ആടിപ്പാടി രസിച്ചിടാം. എല്ലാവരും ഈ പാട്ട് പഠിച്ച് വീട്ടിലുള്ളവരൊക്കെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. എല്ലാവരും കേൾപ്പിച്ചോ? നല്ല കുട്ടികൾ. ബുസ്താനിലെത്തിയപ്പോൾ ഇർഷാദ് അർണബിനെ കണ്ടപ്പോൾ ഇർഷാദ്
അർണബിന് ഒരു സമ്മാനം നൽകിയിരുന്നു. ആ സമ്മാനത്തിൻ്റെ പേരെന്തായിരുന്നു? അതെ, റുമ്മാൻ. റുമ്മാൻ കിട്ടിയ സന്തോഷത്തിൽ അർണബ് പറഞ്ഞു, എന്തായിരുന്നു പറഞ്ഞത്? ഹായ് റുമ്മാൻ, റുമ്മാൻ അഹ്മർ. ഒന്ന് എല്ലാവരും പറഞ്ഞോളൂ, ഹായ് റുമ്മാൻ, റുമ്മാൻ അഹ്മർ. അതിനുശേഷം അവർ ആ ബുസ്താൻ ഒന്ന് നിരീക്ഷിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായത് ആ ബുസ്താൻ വളരെ ഭംഗിയുള്ളതാണെന്ന് മനസ്സിലായി. എങ്ങനെയാണ് അവർ പറഞ്ഞതെന്നറിയോ? ഹായ് ബുസ്താൻ ജമീൽ. എങ്ങനെയാണ് അവർ പറഞ്ഞത്? ഹായ് ബുസ്താൻ ജമീൽ. നല്ല ഭംഗിയുള്ള പൂന്തോട്ടം. ഹായ് ബുസ്താൻ ജമീൽ. അങ്ങനെ അവരെല്ലാവരും കൂടി ആ ബുസ്താനിലൊന്ന് കറങ്ങി. അവിടെ നടക്കുമ്പോൾ അവർ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്നറിയോ? ഈ ചിത്രത്തിലേക്ക് നോക്കൂ എല്ലാവരും. കണ്ടോ? ആദ്യം ഒരു മരം കണ്ടു. എന്തിൻ്റെ മരമാണത്? അതെ, റുമ്മാൻ. ഫിൽ ബുസ്താനി റുമ്മാൻ. കണ്ടോ? ഫിൽ ബുസ്താനി റുമ്മാൻ. പിന്നെ എന്താണ് അവർ ആ തോട്ടത്തിൽ കണ്ടത്? റുമ്മാൻ മാത്രമായിരുന്നോ? അല്ല, ആ റുമ്മാൻ മരത്തിനപ്പുറത്ത് ഒരു ബിർക്കത്ത് കണ്ടു. എന്ത് കണ്ടു? നല്ല അടിപൊളി ബിർക്കത്ത് കണ്ടു. കണ്ടോ? നിങ്ങളും ഇതുപോലെയുള്ള ബിർക്കത്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ? നല്ലൊരു കുളം കണ്ടു, ബിർക്കത്ത് കണ്ടു അല്ലേ? ബിർക്കത്തിലേക്ക് അവർ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ അവിടെ ആരെയാണ് കണ്ടത്? അതെ, ലഖിനെ കണ്ടു. ലഖ് ബിർക്കത്തിൻ കരയിൽ ഇരിക്കുന്നത് കണ്ടു. ഫിൽ ബുസ്താനി ബിർക്കത്ത്, ഫിൽ ബിർക്കത്തി ലഖ്, ഫിൽ ബിർക്കത്തി ലഖ്. ആ ബിർക്കത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. ബിർക്കത്തിൽ മറ്റേ ആരെങ്കിലും കാണുന്നുണ്ടോ? സൂക്ഷിച്ചു നോക്കൂ. ഉണ്ട് 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 ഉണ്ട്. മൻ? അതെ, മീനുകളുണ്ട് അല്ലേ? മീനിനെന്താണ് നാം പറയുക? ഇതാ ഞാൻ പറയാൻ പോകുന്നു, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഫിൽ ബിർക്കത്തി സമക്, ഫിൽ ബിർക്കത്തി സമക്, ഫിൽ ബിർക്കത്തി സമക്. അവർ ബിർക്കത്തില് സമക്കിനെ കണ്ടു. ഒരു സമക്കിന്റെ കളർ കണ്ടോ? നമ്മൾ പഠിച്ച കളറാണ് അല്ലെ? ലഖ് അബിയലാണ്. ആ സമക്കോ? സമക്ക് അസ്ഫർ. അതെ, അസ്ഫർ നിറത്തിലുള്ള ഒരു സമക്കിനെ അവർ കണ്ടു. ഇനി നിങ്ങളെല്ലാവരും നോക്കണേ, ഈ ചിത്രത്തില് ഒരു ഇല കാണാം. ഇലയുടെ പേരെന്താണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? പറയാൻ പറ്റുമോ? എന്നാ പഠിച്ചോളൂ. ഞാനിതാ പറയാൻ പോകുന്നു, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. വാറാഖ്. ഇലയുടെ പേരെന്താണ്? വാറാഖ്. എല്ലാവരും പറഞ്ഞോളൂ, വാറാഖ്. എല്ലാവരും പറഞ്ഞോളൂ, വാറാഖ്. ഈ വറഖിന്റെ നിറം ഏതാണെന്ന് പറയാൻ പറ്റുമോ? വറഖ് അബിയലാണോ? അല്ല. വറഖ് അസ്ഫറാണോ? അല്ല. എന്നാൽ അഹ്മറാണോ? അല്ല. പിന്നെ ഏതാണ്? ഇതാ ഞാൻ പറയാൻ പോകുന്നു. വറഖുൻ അഖ്ളർ. വറഖുൻ അഖ്ളർ. ഗ്രീൻ കളർ അല്ലേ? ഗ്രീൻ ലീഫ്. വറഖുൻ അഖ്ളർ. വറഖുൻ അഖ്ളർ. ഇപ്പോൾ നമ്മൾ 4 നിറങ്ങൾ പഠിച്ചു അല്ലേ? 4 കളറുകൾ പഠിച്ചു. ഈ സ്ക്രീനിലേക്ക് നോക്കൂ. കണ്ടോ? ഏതൊക്കെയാണ് നിറങ്ങൾ? ഒന്ന് അസ്ഫർ അല്ലേ? യെല്ലോ കളർ. അടുത്തത് ഒന്ന് വായിച്ചോളൂ. അബിയൽ. അബിയൽ വൈറ്റ് കളർ. അടുത്തത് അഖ്ളർ. നാം ഇന്ന് പഠിച്ച അഖ്ളർ ഗ്രീൻ കളർ. നെക്സ്റ്റ് അഹ്മർ. അഹ്മർ. അഹ്മർ ഏത് കളറാണ്? അതെ, റെഡ് കളർ അല്ലേ? ഇനി നമുക്ക് നാം പഠിച്ച ചില ചിത്രങ്ങൾ കാണാം.
ആദ്യം കാണുന്നത് ആരാണ്? മൻഹാദ? അർണബ്. അർണബിന് താഴെ ആരാണ്? അതെ, റുമ്മാൻ. റുമ്മാന് താഴെ ആരാണ്? നാം ഇന്ന് പഠിച്ച വറഖ്. വറഖിന് താഴെ ആരാണ്? ആരാണ്? അതെ, അംബജ്. ഈ 4 ചിത്രങ്ങളും നാം പഠിച്ച കാര്യങ്ങളാണ് അല്ലേ? ഇനി നാം ചെയ്യേണ്ടത് ഈ 4 ചിത്രത്തിനും സമാനമായ നിറം നിങ്ങൾ കണ്ടെത്തി യോജിപ്പിക്കുക. അർണബിന്റെ നിറം അബിയൽ അല്ലേ? അപ്പൊ അബിയലിലേക്ക് വരച്ചോളൂ. അടുത്തതോ? റുമ്മാൻ അഹ്മർ. അഹ്മർ നിറം പോകുന്നു. അതെ, ശരിയാണ്. അടുത്തത് വറഖ്. വറഖിന്റെ അഖ്ലർ. വറഖുൻ അഖ്ലർ. വറഖ് അഖ്ലറിലേക്ക് അതാ വരച്ച് യോജിപ്പിച്ചിരിക്കുന്നു. അടുത്തത് അംബജ്. അംബജ് അസ്ഫർ. നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കാം. അർണബ് അബിയൽ, റുമ്മാൻ അഹ്മർ, വറഖ് അഖ്ലർ, അംബജ് അസ്ഫർ. ഒന്നുകൂടി പറഞ്ഞോളൂ. അർണബ് അബിയൽ, റുമ്മാൻ അഹ്മർ, വറഖുൻ അഖ്ലർ, അംബജ് അസ്ഫർ. ഇന്നത്തെ അവസാനത്തെ വർക്കാണ്. എല്ലാവരും സ്ലേറ്റോ അതല്ലെങ്കിൽ നോട്ട് പുസ്തകമോ എടുക്കുക. എന്നിട്ട് ഞാൻ എഴുതുന്നത് പോലെ ഒന്ന് എഴുതി നോക്കുക. നമുക്ക് അക്ഷരങ്ങളൊക്കെ ഒന്ന് പഠിക്കണ്ടേ, എഴുതാൻ പഠിക്കണ്ടേ? നമ്മൾ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ടാവും എല്ലാവരും അല്ലേ? കൂടുതൽ എഴുതി അക്ഷരങ്ങൾ നന്നായി എല്ലാവരും എഴുതാൻ പഠിക്കണം. ഓക്കെ, റെഡിയല്ലേ എല്ലാവരും? റെഡിയല്ലേ? എന്ന് എഴുതിക്കോളൂ. ഇതെന്താണ് വായിക്കുക? ഒന്ന് വായിച്ചു നോക്കൂ. ആ എന്താണ് വായിക്കുക? ആ. അലിഫിന് ഫത്തഹിട്ടാൽ ആ എന്ന് വായിക്കും. അടുത്തതോ? അലിഫിന് കസ്റിട്ടാലോ ഈ എന്ന് വായിക്കും അല്ലേ? അടുത്തത് അലിഫിന് ലൊമ്മിട്ടാൽ എന്ത് വായിക്കും? അതെ, ഊ എന്ന് വായിക്കും. ആ ഈ ഉ. എല്ലാവരും വായിച്ചോളൂ. ആ ഈ ഉ. എല്ലാവരും വായിക്കൂ. എല്ലാവരും വായിക്കൂ. ആ ഈ ഉ. അടുത്തത് എല്ലാവരും ശ്രദ്ധിക്കൂട്ടോ. ഇതെന്താ വായിക്കുക? കാ. കാ എഴുതുന്ന രൂപം കണ്ടില്ലേ? ഇതാ മുകളിൽ നിന്ന് ഇങ്ങനെ വളച്ചു കൊണ്ടുവരുന്നു. അതെ, കാ കീ കു. കു. മൂന്നും വായിച്ചോളൂ. കാ കീ കു. കൽബി എന്നതിലെയും കബ്ഷ് എന്നതിലെയും ആദ്യത്തെ അക്ഷരമായ കാ കീ കു. അടുത്തത് ഇതെന്ത് വായിക്കും? ല. അതെ, ല. ഇപ്പോഴോ? ലീ. ഇപ്പോഴോ? ലു. ല ലീ ലു. നല്ല കുട്ടികൾ, എല്ലാം നല്ല ഉഷാറായി വായിക്കുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് ഇന്ന് അവസാനത്തെ ഒരു അക്ഷരം കൂടി വായിക്കാനുണ്ട്. അതുകൂടി വായിച്ചാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതെന്താണ് വായിക്കുക? അതെ, റാ. ഇതോ? രി. എല്ലാവരും എഴുതുന്ന രൂപം ശ്രദ്ധിക്കണേ. മുകളിൽ നിന്ന് ഇങ്ങനെ വളച്ച് കൊണ്ടുവരണം കേട്ടോ. റാ രി റു. റാ രി റു. റാ രി റു. ഇനി അക്ഷരങ്ങളൊന്ന്, ഈ അക്ഷരങ്ങളുടെ പേര് മാത്രം ഒന്ന് വായിച്ചു നോക്കാം. എന്താ വായിക്കുക? അലിഫ്, കാഫ്, റാ, ലാം. അലിഫ്, കാഫ്, റാ, ലാം. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു.
ഇതുപോലെയുള്ള ക്ലാസ്സുകൾ തുടർന്നും നിങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, ശുക്രൻ, മാസ്സലാമ.